ബിബിൻ കുട്ടൻസ് ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരുപാട് ഭാഷകളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏതൊരു ഭാഷയും പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഏതൊരു ഭാഷയും, ഈ ഭൂമിയിലുള്ള ഏത് ഭാഷയും പഠിക്കാനുള്ള എളുപ്പ വഴികളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഏകദേശം 5-6 ടിപ്പുണ്ടായിരിക്കും. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഭാഷയും പഠിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഒന്നാമത്തെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഭാഷ ഏതോ ആ ഭാഷ ഏറ്റവും കൂടുതൽ നേരം കേൾക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. നമ്മൾ കേൾക്കാത്ത ഒന്നിനെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ മൊബൈലിൽ പ്രോഗ്രാമൊക്കെ കാണുന്ന ആളാണെങ്കിലും തീർച്ചയായും നിങ്ങൾ ഒരു ഹെഡ്ഫോൺ വെച്ചിട്ട് തീർച്ചയായും നിങ്ങൾ ആ ഏത് ഭാഷയാണോ പഠിക്കേണ്ടത് നിങ്ങളത് അതിലുള്ള പ്രോഗ്രാമുകൾ കൂടുതലായി കാണുക. ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വാക്കുകളെല്ലാം നിങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങും. വളരെ വിചിത്രമായ ശബ്ദങ്ങളായിരിക്കും, നിങ്ങൾക്ക് അറിയാത്ത ഭാഷ, വളരെ വിചിത്രമായ ശബ്ദങ്ങളായിരിക്കും നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഭാഷ പഠിക്കാൻ നേരത്ത് കേൾക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ റിപ്പീറ്റായിട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അത് ഓർമ്മിച്ച് വെക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് അത് ഓർമ്മിച്ച് വെക്കും. ഈ വാക്കുകൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് ഭാഷയാണോ അത് ഏറ്റവും കൂടുതൽ ടൈം കേൾക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ കാണുന്നതിൽ കൂടുതലായിട്ട് കേൾക്കുന്നത് തന്നെയാണ് ആദ്യം ഏറ്റവും നല്ലത്. അതിന് ശേഷം 1 മാസം നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. അതിന് ശേഷം ക്ലിയറായിട്ട് പ്രോഗ്രാമുകൾ കണ്ടു തുടങ്ങുക. ഈ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭാഷയെ പറ്റിയുള്ള വാക്കുകളൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആദ്യമായ ആവശ്യമൊന്നുമില്ല. വെറുതെ ഒന്ന് കേൾക്കുക, വെറുതെ ഇരുന്ന് കേൾക്കുക. കേൾക്കുമ്പോൾ ഏകദേശം പ്രോഗ്രാമുകൾ കാണുമ്പോഴും ഓരോരുത്തർ ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കുമ്പോഴും പറയുന്നതും കാണിച്ചു കൊടുക്കുന്നതുമായ കാര്യങ്ങൾ കാണുമ്പോൾ ഈ വസ്തുവിൻ്റെ ഇന്നതാണ് പറയുന്നതെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. ഒരു 3 മാസം തുടർച്ചയായ കേൾവിയും അതുപോലെ കാണുന്ന ഒരു ശീലവും നിങ്ങൾ വളർത്തിയെടുത്ത ശേഷം 4-ാം മാസം മുതൽ നിങ്ങൾക്ക് തീർച്ചയായും അതിനുള്ള സോഴ്സുകൾ, പ്രോഗ്രാമുകൾ, ട്യൂട്ടോറിയലുകൾ ആളുകൾ ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ വാക്കുകൾ തിരഞ്ഞു പിടിച്ച് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ഏകദേശം ഞാൻ, നീ, നമ്മൾ, ഞങ്ങൾ തുടങ്ങിയ വാക്കുകൾ മലയാളത്തിലെ പേഴ്സണൽ പ്രോനൗണുകൾ അല്ലെങ്കിൽ സർവനാമങ്ങളെന്ന് പറയുന്ന നമ്മുടെ ഒരു വ്യക്തിയെ കുറിക്കുന്ന വാക്കുകളെല്ലാം ആദ്യം നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഷയിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് നിങ്ങൾ പഠിച്ചെടുക്കുക, കാണാതെ പഠിക്കുക. രണ്ടാമതായിട്ട് കാണാതെ പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കാണാതെ പഠിക്കാതെ ഈ ഒരു കാര്യം മനസ്സിലേക്ക് സ്റ്റോർ ആവുകയില്ല. ബുക്കിലേക്ക് പകർത്തുക, അതിനുശേഷം കാണാതെ പഠിക്കുക. കാണാതെ പഠിച്ച് നിങ്ങൾ വെക്കുക. ഡെയിലി വീണ്ടും വീണ്ടും കാണാതെ പഠിച്ച് ഓർമ്മയുണ്ടെങ്കിലും വായിക്കാനായിട്ടൊരു ശ്രമം നടത്തുക. പേഴ്സണൽ പ്രോണൗനുകളെല്ലാം നിങ്ങൾ പഠിച്ച ശേഷം ഈ ഭാഷ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഷ, നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഭാഷയിൽ എന്തെല്ലാം നിയമങ്ങളുണ്ടെന്ന് പഠിക്കുക. നിയമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനത്തോടെ സംസാരിക്കേണ്ട ഭാഷയുണ്ട്, ബഹുമാനത്തോടെ സംസാരിക്കേണ്ടാത്ത വാക്കുകളുണ്ട്, ബഹുമാനം വേണ്ട സന്ദർഭത്തിൽ എങ്ങനെ സംസാരിക്കണമെന്നും ഗ്രാമറിൻ്റെ പോർഷനും നിങ്ങൾ പഠിച്ചെടുക്കുക. ഗ്രാമർ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന കർത്തരി, കർമ്മണി തുടങ്ങിയ കാര്യങ്ങളോ ഒന്നുമല്ല പഠിക്കാൻ പറയുന്നത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവൻ ഇന്നാൽ കൊല്ലപ്പെട്ടു, തിന്നപ്പെട്ടു, കഴുകൻ പാമ്പിനാൽ കൊല്ലപ്പെട്ടു, പാമ്പ് കഴുകനാൽ തിന്നപ്പെട്ടു തുടങ്ങിയ വാക്കുകളോ നിങ്ങൾ പഠിക്കണ്ട. അത് എഴുത്ത് ശൈലിയിലുള്ള ഭാഷകളാണ്. സംസാര ശൈലിയിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ബൈ ചേർന്ന വാക്കുകൾ എന്നാണ് പറയുന്നത്. സങ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടിയത്. അപ്പോൾ ആരാൽ പാടപ്പെട്ടു എന്നാണ് എഴുതുന്ന സാഹിത്യ വാക്ക്. പക്ഷേ നമ്മൾ സങ് ബൈ എന്ന് പറഞ്ഞാൽ ആര് പാടിയത് എന്ന് തുടങ്ങിയ വാക്കുകൾ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കുകളാണ് ബൈ ചേർന്ന ഫോർമാറ്റ്. ഈ ബൈ ചേർന്ന ഫോർമാറ്റിൻ്റെ സംസാര ഭാഷ എന്തെന്ന് നിങ്ങൾ കണ്ടെത്തുക. പിന്നെ ചെയ്യേണ്ട കാര്യമാണ് എങ്കിൽ, അല്ലെങ്കിൽ, ആണെങ്കിൽ തുടങ്ങിയ വാക്കുകളൊക്കെ ഈ ഭാഷയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് പഠിച്ചെടുക്കുക. അതിനുശേഷം ഗ്രാമറിൻ്റെ ഫോർമാറ്റാണ് പഠിക്കേണ്ടത്. ഗ്രാമറിന് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഫോർമാറ്റ്, ആദ്യം പറഞ്ഞ കർത്തരി, കർമ്മണി തുടങ്ങിയ വാക്കുകളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അത്തരം ഗ്രാമറുകൾ പഠിക്കുന്നു. പകരം ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ പോകുന്നു എന്ന് പറയുമ്പോൾ
പുരുഷൻ പറയുന്നതിനും സ്ത്രീ പറയുന്നതിനും ഈ ഭാഷയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഷയിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം ഞാൻ പോകുന്നു എന്ന് പറയുന്നൊരു പ്രവൃത്തിയുടെ കൂടെ ഗ്രാമറിൻ്റെ എന്ത് വാക്കാണ് അവസാനം ചേർക്കുന്നതെന്ന് പഠിക്കുക. ഇതേ രീതിയിൽ ഏകദേശം ഒരു 200 ക്രിയകളാണ് ഏകദേശം ഭാഷകളിലെല്ലാം ഉപയോഗിക്കുന്നത്. തിരിച്ചും മറിച്ചും അതുതന്നെയാണ് മലയാളത്തിലാണെങ്കിലും എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. മലയാളത്തിലുള്ള ഒരു 200 ക്രിയകൾ നിങ്ങളൊരു ബുക്കിലേക്ക് എഴുതിയെടുത്ത ശേഷം തീർച്ചയായും നിങ്ങൾ ആ ക്രിയകളുടെ മറ്റ് ഭാഷകളിൽ എന്താണ് പറയുന്നത് പഠിച്ചു വെക്കുക. അതിനുശേഷം ഈ ഭാഷകളിൽ ഇവർ ഗ്രാമർ എങ്ങനെയാണ് കൊണ്ട് അവസാനിപ്പിക്കുന്നത് മനസ്സിലാക്കുക. ഞാൻ എന്ന് പറയുന്ന വ്യക്തി പറയുമ്പോൾ ഒന്ന്, നീ എന്ന് പറയുമ്പോഴും നിങ്ങളെന്ന് പറയുമ്പോഴും വരുന്ന വാക്കുകളെല്ലാം എങ്ങനെയെന്നുള്ള ഫോർമാറ്റും ഘടനയും പഠിക്കുക. ഇതിന് തന്നെ ഏകദേശം ഒരു 6 മാസം ചിലവാകും. ഇതിനോടൊപ്പം നിങ്ങൾ നിർത്താൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ തയ്യാറാക്കിയ നോട്ട് ബുക്ക് വായിക്കുന്നതും. ഇനി അടുത്ത പ്രധാനപ്പെട്ട പദ്ധതി, നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഡെയിലി വായിക്കുന്നു. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ഒരു അരമണിക്കൂർ മുമ്പ് വായിച്ചു തീർക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. കാരണം ഉറങ്ങുന്നതിന് മുമ്പായി നമ്മൾ വായിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് നിൽക്കുക. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ അത് വായിക്കുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൂടുതലായിട്ട് ആ ഒരു കാര്യം ഓർമ്മയിലേക്ക് നിൽക്കും. ഇതിന് ഇടസമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റിയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് മുഴുകി പോകുന്നുണ്ടല്ലോ. വായിക്കുക പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ണു തുറന്ന ഉടനെ അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പായി ഭാഷ പഠിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ. ഇനി അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ഈ ഭാഷയിൽ പുതിയൊരു സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. സ്വയം നിങ്ങൾക്ക് മലയാളത്തിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ സ്വയം ഈ വാക്കൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ഈ ഭാഷയിൽ എങ്ങനെയായിരിക്കും, അതിന് മറ്റ് നെറ്റോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ സ്വന്തം മൈൻഡ് വെച്ച് തന്നെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. എന്നിട്ട് ആ വാക്ക് തെറ്റാണോ ശരിയാണോ നിങ്ങൾക്ക് മറ്റു ഉപാധികൾ വെച്ച് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ മറ്റു ഉപാധികൾ, അതായത് സാങ്കേതികവിദ്യ നെറ്റോ കാര്യങ്ങളോ ഉപയോഗിക്കാതെ എത്ര നേരം നിങ്ങൾക്ക് സ്വന്തമായി ഈ വാക്കുകൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ തന്നെ പരീക്ഷിക്കുക. നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തർജ്ജമ ചെയ്യുക. ഇപ്പോൾ അടുക്കളയിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് നിങ്ങൾ ഉറക്കം പറഞ്ഞു. അതിനുശേഷം അങ്ങോട്ട് വരുവാണെന്നുള്ളതിൻ്റെ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഷയിൽ നിങ്ങൾ മനസ്സിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് അത് ഉറക്കം വിളിച്ച് പറയണമെന്നില്ല. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഉച്ചാരണ ശുദ്ധി കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മൊബൈലിലായിരിക്കും റെക്കോർഡ് ചെയ്യാൻ വളരെ എളുപ്പം. നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ ശബ്ദം മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ കുറച്ച് സെൻറ്റൻസ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇത്ര വൈഫുണ്ട് എനിക്ക്, ഞാൻ ഇന്ന ക്ലാസ്സിൽ പഠിച്ചു, ഞാൻ ഇന്ന ജോലി ചെയ്യുന്ന ആളാണ്, എൻ്റെ വീട്ടിൽ ഇത്ര അംഗമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഭാഷയിൽ സ്വന്തം മനസ്സ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ ട്രെയിനിങ് മാറ്റി നിങ്ങളെ സ്വയം പറഞ്ഞ് ആ ഉച്ചാരണശുദ്ധി കറക്റ്റാണോ, അവർ പറയുന്ന പോലെ തന്നെ തോന്നുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഏകദേശം 1.5 വർഷമാണ് ഒരു ഭാഷ പഠിക്കാനായിട്ട് ഒരു വ്യക്തി എടുക്കുന്ന സമയം. 3 മാസം കൊണ്ട് നമ്മൾ ഏകദേശം നിയമങ്ങൾ മനസ്സിലാക്കിയെടുത്താലും ഏകദേശം 1.5 വർഷം നിരന്തരമായി ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഭാഷ പൂർണ്ണമായി മനസ്സിലായി തുടങ്ങുകയുള്ളൂ. വീണ്ടും 2 വർഷത്തോളം മെനക്കെടുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. ഇതിനിടയ്ക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് ഇഷ്ട വിഷയം ഇപ്പോൾ പഠിക്കാൻ പോകും, നമ്മൾ ഇംഗ്ലീഷ് ആണെന്ന് കരുതുക. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് മറ്റൊരാഗ്രഹം, നമുക്ക് ഹിന്ദി പഠിക്കണം. അപ്പോൾ നമ്മൾ ഹിന്ദിയിലേക്ക് ശ്രദ്ധ മാറ്റും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇത് മാറുകയാണ്. അപ്പോൾ നമുക്ക് ടൈം കുറയുകയാണ്, അതായത് ഫോക്കസ് ചെയ്യാനുള്ള ടൈം കുറയും. നമ്മൾ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് തോന്നുകയാണ് തമിഴ് മറ്റ് ഭാഷകളൊക്കെ പഠിക്കണം, ഭാഷാ പ്രേമിയാണ്, ഇത്തരം ചിന്തകളൊക്കെ മനസ്സിലേക്ക് ഒരുപാട് കയറി വരും. പക്ഷേ നമുക്കിത് ലോക്ക് ചെയ്യാൻ പറ്റാതെ വരും. അതായത് നമ്മളിപ്പോൾ ഹിന്ദി കണ്ടു, നിർത്തി, തമിഴ് കണ്ടു, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷ് കണ്ടു, മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂഷനാവും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അടുത്ത ഭാഷയിൽ മറ്റൊരർത്ഥമായിരിക്കും. ഇതൊരു പ്രശ്നമാണ്. ഇന്ത്യൻ ലാംഗ്വേജ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ മിക്കപ്പോഴും അതിലുള്ള വാക്കുകളൊക്കെ മലയാളത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ കുറേ വാക്കുകൾ മലയാളത്തിലുണ്ട്, അതിൻ്റെ അർത്ഥം വേറെ ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഹിന്ദിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ബംഗാളി പഠിക്കാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിലെ വാക്കുകളും ഇതിലെ വാക്കുകളും 2 അർത്ഥത്തിലായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് വാക്കാണെന്നുള്ള മിക്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാനോ ചിന്തിക്കാനോ വായിക്കാനോ എഴുതാനോ കഴിയാതെ വരും.
അതിന് ഉള്ള പരിഹാരമാണ് പറഞ്ഞത്. ഒരു ഭാഷയ്ക്ക് വേണ്ടി മിനിമം 2 വർഷം കൃത്യമായിട്ട് നിങ്ങൾ ചിലവാക്കണം. മറ്റ് ഭാഷകൾ അവിടെ നിങ്ങൾ പഠിക്കാനായിട്ട്. നിങ്ങൾ ആദ്യം ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ കുറേ വർഷമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം ഭാഷകളിലൊക്കെ പ്രാവീണ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ അനുസരിച്ച് ചെയ്യാം. നിങ്ങൾ ടൈം ടേബിൾ ഒന്നുമില്ല, നിങ്ങൾ ബിഗിനറാണ്, നിങ്ങൾ ആദ്യമായിട്ടൊരു ഭാഷ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, ഇതിനു മുമ്പ് മറ്റ് ഭാഷകളൊന്നും പഠിച്ച് നിങ്ങൾക്ക് ശീലമില്ല എങ്കിൽ, നിങ്ങൾ നിലവിൽ മറ്റൊരു ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ ഇതത്ര വലിയ പ്രശ്നമില്ല. നിങ്ങൾക്ക് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും ഇതുവരെ വേറെ സംസാരിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഒന്നിലധികം ഭാഷ ഒറ്റ സമയത്ത് തന്നെ എടുത്തു വെക്കാനായിട്ട് നോക്കരുത്. സാധിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരേ വാക്കിന് പല അർത്ഥമാണ്, തെറ്റുകയും തിരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഷയാണോ ആ ഭാഷയ്ക്ക് വേണ്ടി നിങ്ങൾ 2.5 വർഷം ക്ലിയറായിട്ട്, അല്ലെ 2 വർഷം അല്ലെ 1.5 വർഷം നിങ്ങൾ ക്ലിയറായിട്ട് ഫോക്കസ് മാറാതെ എത്ര നേരം നിങ്ങൾക്ക് പറ്റുന്നു അത്രയും നേരം നിങ്ങൾ കാണുന്ന പ്രോഗ്രാമുകളും കാര്യങ്ങളും എല്ലാം അതിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് പഠിക്കുക. 1.5 വർഷം കഴിയുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഫ്ലോ അവിടെ കറക്റ്റായി നമ്മുടെ മൈൻഡിന് അറിയാം, ഇന്നത് ഇതാണ്, അത് വേറൊന്നാണ്, ഇത് വേറൊന്നാണ് തിരിച്ചറിയാനുള്ള കഴിവ് കിട്ടും. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ ക്ലിയറായിട്ട് പഠിച്ച ശേഷം നിങ്ങൾക്ക് അടുത്ത വർഷം ഹിന്ദിയിലേക്ക് ചാടാം. 1.5 വർഷം അല്ല 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദി ആഡ് ചെയ്ത് കൂടെ കൊടുക്കാം. ഒരു ഇംഗ്ലീഷിൻ്റെ കുറേ നേരം പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകുന്നേരം ഹിന്ദിയുടെ കാര്യത്തിലേക്ക് തിരിയാം. അല്ലെങ്കിൽ ഹിന്ദി രാവിലെയും വൈകിട്ട് ഇംഗ്ലീഷും ആക്കാം. ഇതേ രീതിയിൽ നിങ്ങൾക്ക് 2 ഭാഷകൾ മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത് പിന്നെ നിങ്ങൾ അടുത്ത കൊല്ലമാണ് 3ാമത്തെ ഭാഷയ്ക്ക് ശ്രമിക്കാവും. അല്ലായെങ്കിൽ ഇത് ലൈഫിൽ കുറേ ടൈം പോകും, കുറച്ച് ഏജ് നമുക്ക് വരും, അത് ഉറപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭാഷകൾ ഒറ്റയടിക്ക് പഠിക്കാവുന്ന ഒരു സാധനമല്ല. എത്ര സാങ്കേതിക വിദ്യ വന്നാലും നമുക്ക് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ മെനക്കെടാനായിട്ട് നമ്മുടെ ലൈഫിലെ ജോലി, തിരക്ക്, മറ്റ് പഠിത്തം, ഉറക്കം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ, മടുപ്പ്, അതായത് ബോറടിക്കുന്ന ഒരു പരിപാടിയാണ് ഭാഷയുടെ പഠനം. വളരെയധികം ബോറാണ്, നമുക്ക് മടുപ്പ് തോന്നും, ഒരുപാട് മടുപ്പ് തോന്നും, പലപ്പോഴും അത് നിർത്താമെന്ന് തോന്നും. അതാണ് ഏറ്റവും വലിയൊരു ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നത് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം എന്ന ചിന്ത നമുക്ക് പലപ്പോഴും വരും. ഇതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ സംസാര ഭാഷ നിറഞ്ഞു നിൽപ്പുണ്ട്. ഈ സംസാര ഭാഷയെ കുറേ നേരത്തേക്ക് നമ്മുടെ സംസാര ഭാഷ വരാതെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ഭാഷ പഠിക്കാൻ. ഇതിവിടെ ഒരു നടക്കുന്ന ഒരു കൂട്ടയിടിയാണ് നമുക്ക് വരുന്ന ആ ബോറിങ്, മടുപ്പ് വരിക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറവിയാണ് വരുന്നത് വാക്കുകൾ തമ്മിൽ. ആ മറവിയും ഈ ബോറിങ്ങും എല്ലാം കൊടുക്കുമ്പം മനഃപൂർവ്വം തന്നെ നമ്മൾ സ്റ്റക്കാക്കി അത് നിർത്തിയിട്ട് വേണം നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാൻ. ഇൻട്രസ്റ്റ് നഷ്ടപ്പെടരുത്. അതിന് എൻ്റർടൈൻ ചെയ്യുന്ന പ്രോഗ്രാമേ കാണാം. ദുഃഖം വരുത്തുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ക്രൈം പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കരമായ ആളുകളെ കുറ്റപ്പെടുത്തുന്ന ഷോകളോ ഒക്കെ നമ്മൾ കാണുന്നെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് പോവും, നമ്മുടെ ഭാഷയെ ഉപേക്ഷിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുന്ന പ്രോഗ്രാമുകൾ കണ്ടെത്തുക, ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിനെ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ളവരുടെ മൂവീസ് കാണുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഭാഷ പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യവും മനുഷ്യനെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റിയില്ലെന്ന് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞ ടിപ്പുകൾ ഇതാണ്. ഏറ്റവും കൂടുതൽ കേൾക്കുക, 2.5 മാസത്തോളം കേൾക്കുക, അതിനുശേഷം കാണുക, വീണ്ടും 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ പേഴ്സണൽ പ്രോണൗണുകൾ പഠിക്കുക, ഗ്രാമറിൻ്റെ പോർഷൻ പഠിക്കുക, വാക്കുകൾ സ്വയം കൂട്ടി യോജിപ്പിക്കുക, ഉറക്കെ പറഞ്ഞു ശീലിക്കുക. ഏകദേശം 2.5 വർഷം മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു ഭാഷ സ്ഥിരമായി. അടുത്ത ഭാഷ പഠിക്കാൻ നേരത്ത് അങ്ങനെ തന്നെ ഇതേ ടൈം ടേബിളും ഫോർമാറ്റും വെച്ച് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമെന്ന് പറയുന്നു. ഏതൊരു ഭാഷയും പഠിച്ചെടുക്കാനായിട്ട് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് കഴിവുണ്ട്. എത്ര ലോഡ് പുസ്തകങ്ങൾ കൊടുത്താലും ഇത് നിറയാനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത്രയും പവറുള്ള ഒരു സാധനമാണ് മനുഷ്യൻ്റെ ബ്രെയിന്. എത്ര ഭാഷകൾ വേണമെങ്കിലും പഠിക്കാം. ഏകദേശം 5 ഭാഷകൾ ഒരേ നേരം സ്വിച്ച് ചെയ്യാനുള്ള കഴിവും ബ്രെയിനിലുണ്ട്. മിനിമം 5 ഭാഷയിട്ട് മാതൃഭാഷ അടക്കം 5 ഭാഷ വരെ മിനിറ്റുകൾ വെച്ച് സ്വിച്ച് ചെയ്യാനുള്ള കഴിവ് ബ്രെയിനുണ്ട്. അതായത് ഹിന്ദി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടപ്പേന്ന് മറ്റേ ഇംഗ്ലീഷിലോട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തമിഴിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഭാഷയുടെ ഇടകലർത്തി സംസാരിക്കാനുമുള്ള കഴിവ് നമ്മുടെ ബ്രെയിനിനുണ്ടെന്ന് മനസ്സിലാക്കുക. അവിടെ ഫോക്കസാണ് വേണ്ടത്, ശ്രദ്ധയാണ് വേണ്ടത്, മടിയില്ലാതെയുള്ള പ്രവർത്തനമാണ് വേണ്ടത്. എല്ലാവർക്കും വിജയാശംസ. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കൂടി ചെയ്യുക. താങ്ക് യു.